ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുതപ്പെട്ട ഒത്തിരിയേറെ നോവലുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് മതിലുകൾ. മതിലുകളിൽ ഒരു മതിൽക്കെട്ടിന്റെ ഇരുവശങ്ങളിലായിട്ട് നാരായണിയും ബഷീറും ഉണ്ട്. നാരായണി മെല്ലെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്നെ കൂടെ ഒന്ന് സ്നേഹിക്കാമോ? പെട്ടെന്ന് വേണമെന്നൊന്നുമില്ല, വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് ഇന്നോ നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെയൊക്കെ ഒന്ന് സ്നേഹിച്ചാൽ മതി എന്ന് നാരായണി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മതിലുകളിൽ. എനിക്ക് തോന്നുന്നു ഈ സ്നേഹത്തിൻ്റെ ഒക്കെ ആഴം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അളവുകോലുകൾ എന്താണ്? സ്നേഹം ഒത്തിരിയേറെ രീതികളില്, ഭാവങ്ങളിലൊക്കെ, രൂപങ്ങളില് ഒക്കെ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എവിടെയാണ്? എനിക്ക് തോന്നുന്നു ചില സ്നേഹങ്ങളൊക്കെ അതിൻ്റെ മധുരം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കയറി വരുമ്പോഴാണ്. ചില സ്നേഹത്തിൻ്റെ സൗന്ദര്യവും മധുരവും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ മനോഹരമായിട്ട് മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റുന്നത്. പിന്നീട് സ്നേഹം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്നേഹത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സിറ്റുവേഷൻഷിപ്പായി, ഗോസ്റ്റിംഗ് ആയി, ബോംബിംഗ് ആയി, ഓർബിറ്റിംഗ് ആയി, പോക്കറ്റിംഗ് ആയി, ബെഞ്ചിങ് ആയി, അങ്ങനെ സ്നേഹത്തിന് പല രൂപങ്ങളും ഭാവങ്ങളും വന്നു എന്നുള്ളതാണ്. പിള്ളേരുടെ കാലമല്ലേ വാര്യരെ എന്ന് പറയുന്നത് പോലെ സ്നേഹവും കുറച്ചൊക്കെ മാറിപ്പോയി വാര്യരെ. എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തോട് നമുക്ക് ചേർത്ത് വെച്ച് ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ദിവസം നടന്നു നീങ്ങുന്നത്. അതിനകത്തൊരു ചിന്തയായിട്ട് വരുന്നത്, ഒരു ലോകത്തിലെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ ആ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരപ്പൻ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു കുഞ്ഞാടായിക്കൊണ്ട് ആ മകൻ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ലോകത്തിലൊരു മനുഷ്യനായിട്ട് വന്ന് ജനിക്കുകയാണ്. അതായത് സ്നേഹനിധിയായ ഒരപ്പൻ്റെയും സ്നേഹനിധിയായ ഒരു മകൻ്റെയും ഒരു കഥ തന്നെയാണ്, ഒരു മനോഹരമായിട്ടുള്ള നോവല് തന്നെയാണ് ഇന്നത്തെ സുവിശേഷം. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് 20-ാം വാക്യത്തിൽ. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ആ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു ആഴമാണ്, സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ്. പിന്നീട് സുവിശേഷം കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം പിതാവ് അവനെ വലിയ പ്രവർത്തികൾ കാണിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന ഒരു പുത്രനും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തോട് ആ സുവിശേഷം ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചേ. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുന്നു. അതായത് ഒരു മൂടുപടങ്ങളില്ലാത്ത, ഒന്നും മറച്ചു വെക്കുന്നില്ലാത്ത ബന്ധങ്ങൾ. അപ്പോൾ നമ്മളും ആ ഒരു സുവിശേഷത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് വായിച്ചെടുക്കണം. അങ്ങനെ മൂടുപടങ്ങളില്ലാത്ത, ഒന്നും മറച്ചു വെക്കുന്നില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ബന്ധമാണോ എൻ്റെ ജീവിതത്തിലുള്ളത്? പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന പോലെ അസൂയപ്പെടാത്ത, കോപിക്കാത്ത, പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, കലഹിക്കാത്ത ഒരു സ്നേഹത്തിലേക്ക് എപ്പോഴാണ് നമുക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കുക? പിതാവ് പുത്രനെ എല്ലാം മൂടുപടങ്ങളില്ലാതെ കാണിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തെ എങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കാനായിട്ട് പറ്റും? കുറവുള്ള ഒരു മനുഷ്യൻ മറ്റൊരു കുറവുള്ള മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. ബലഹീനനായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റൊരു ബലഹീനനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ കുറവുകളും ഈ ബലഹീനതകളും സ്നേഹമെന്ന ജലത്താല് സ്നാനം ചെയ്യപ്പെടണം. അങ്ങനെ സ്നേഹമെന്ന ജലത്താല് സ്നാനം ചെയ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിലാക്കാനായിട്ട്
മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹത്തിൽ മുന്നേറാനായിട്ട് വീരാൻകുട്ടിയുടെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, രണ്ടുപേര് മഴയത്ത് ഇല ചൂടി നടക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഇതിനകത്ത് ആർക്കാണ് കൂടുതൽ സ്നേഹം? അപ്പോൾ 2 വരി കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതിനകത്ത് ആരാണ് കൂടുതൽ നനഞ്ഞത് അയാൾക്കാണ് കൂടുതൽ സ്നേഹം. സ്നേഹമുള്ളവരെ, ഒരു ക്ഷമിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് നനയാൻ വേണ്ടിയിട്ട്, താഴ്ന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നനയാൻ വേണ്ടിയിട്ട്, നമുക്കൊരു നന്മയും കിട്ടിയില്ലെങ്കിലും പ്രതിഫലം വെച്ചിക്കാതെ കുറച്ച് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, നനയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ. സ്നേഹമെന്ന ജലത്താൽ നമുക്കെല്ലാവർക്കും സ്നാനം ചെയ്യപ്പെടാം. സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാം. സ്നേഹം പങ്കുവയ്ക്കാം. സ്നേഹത്തിൻ്റെ സുവിശേഷം കുറച്ചും കൂടെ മനോഹരമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.